ടി ജി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, 1-2 മാസമായി വലിയ മാറ്റങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യത്തിൽ വരുന്നുണ്ട്. ഒന്ന് അമേരിക്കൻ കരാർ, പിന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ, അതിനു മുന്നേ ബ്രിട്ടൻ, ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഇന്ത്യയിലെത്തി, മോദി ഇസ്രായേലിലേക്ക് പോകുന്നു. മൊത്തത്തിലൊരു വലിയ മാറ്റങ്ങളും അതിനനുസരിച്ചുള്ള ചടുലമായ നീക്കങ്ങളും ഒക്കെ നടക്കുകയാണ്. അതിനിടയിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ഉയർത്തിയ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിലേക്ക് ഉയർന്നൊരു ആരോപണം, അദ്ദേഹം 750 കോടിയോ മറ്റോ ചിലവാക്കി വിദേശ യാത്ര നടത്തുന്നു എന്നൊക്കെ, അതിനൊക്കെ ട്രോളുകളൊക്കെ വരുന്നു. അങ്ങനെ അപ്പോൾ ഈ ഒരു സാഹചര്യം മൊത്തത്തിൽ എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്? നരേന്ദ്രമോദിക്ക് വെല്ലുവിളികളുടെ ഒരു കാലമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാസങ്ങൾ, അത് നരേന്ദ്രമോദിയുടെ കുഴപ്പം കൊണ്ടല്ല. വരും മാസങ്ങളിൽ ക്രൂഷ്യലായിട്ടുള്ള ചില തെരഞ്ഞെടുപ്പുകൾ, ആസാം, തമിഴ്നാട്, കേരളം, ഇത് കഴിഞ്ഞാൽ യു പി 27-ലാണ്. പക്ഷേ യു പി തിരഞ്ഞെടുപ്പ് ഇപ്പോൾ തന്നെ അവർ വർക്ക് ചെയ്ത് തുടങ്ങി. പിച്ച് റെഡിയാക്കുക എന്ന് പറയും. ഈ യോഗേന്ദ്ര യാദവ് പറഞ്ഞിരുന്നു, ഉത്തർപ്രദേശിൽ ഞങ്ങൾ പിച്ച് റെഡിയാക്കിയിരുന്നു, പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ കളി മോശമായതുകൊണ്ട് അവർ തോറ്റതാണ്. പിച്ച് ഞങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ പിച്ച് റെഡിയാക്കുന്ന ഒരു പ്രവൃത്തി അവർ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ഒരു കർഷക സമരമാണ്. അമേരിക്കയിൽ നിന്ന് കർഷകരെ നശിപ്പിക്കുന്ന കരാറ്, അവിടെ നിന്നുള്ള പ്രോഡക്ട്സ് എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. മാത്രമല്ല, ചെറുതായിട്ടാണെങ്കിലും അമുലിനെതിരെ ഒരു പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അമുൽ ഡയറി പ്രോഡക്ട്സിൽ അണുബാധയുണ്ട്, ഇതാണ് ടെസ്റ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലും, ഒന്ന് അമുൽ മോശമാണ്, മിൽമ മോശമാണ്, നന്ദിനി മിൽക്ക് മോശമാണ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പാല് ഇറക്കുമതി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതേസമയം ഇത് കുറയുന്നു എന്നുള്ള, അപ്പോൾ നമ്മുടെ ക്ഷീരകർഷകർ, മറ്റ് കർഷകർ, ഇവരെല്ലാം ഈ ഡയറി പ്രോഡക്ട്സ് വാസ്തവത്തിൽ ഇപ്പോൾ കുറേശ്ശെ നമുക്ക് പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ഹോളണ്ടിൽ നിന്ന്, അവിടെ നിന്ന്, ഇവിടെ നിന്നൊക്കെ ചില ഡയറി പ്രോഡക്ട്സ് വരുന്നുണ്ട്. നമ്മളാരും ഇത് ശ്രദ്ധിക്കാറില്ല. ബേക്കറിയിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് എന്തെങ്കിലും സാധനം നമ്മൾ കണ്ടു, ബട്ടർ, അത് കണ്ടു, അത് മേടിച്ചു, എന്തോ ഒരു പേര്, ശരി, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ഇന്ത്യൻ ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നാളെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും, ഇന്ന പ്രോഡക്ട്സൊക്കെ ഇമ്പോർട്ടഡ് ആണ്. അപ്പം ഞാനും വായിച്ചു നോക്കിയിട്ട് ഇത് എത്രയോ കാലമായിട്ട് ഞാൻ കാണുന്നു, ഇതെന്താ പുതിയ സാധനം, എന്താ ഇല്ല, ഇത് പുതിയതാണ് എന്ന് പറഞ്ഞിട്ട് ഭീകരമായ പ്രചരണം നടക്കും. ഇതുവരെ ഇല്ലാതിരുന്നതാണ്, ഉണ്ടായിരുന്നു എന്ന് നമ്മളെപ്പോലുള്ള പ്രചരണം മറ്റേ പ്രചരണത്തിൽ മുങ്ങിപ്പോവും. ഇങ്ങനെ കർഷകരെ, ക്ഷീരകർഷകരെയും മറ്റ് അഗ്രികൾച്ചറൽ സെക്ടറുള്ളവരെയും എല്ലാം ഇളക്കി വിടുക. അത് അവർ ഇളകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അതിന് കൗണ്ടറായിട്ട് BJP വെറുതെ ഇരിക്കില്ല. ഏതായാലും ആ ഒരു ലഹളയും ബഹളവും ഉണ്ടാവും. പിന്നെ റഫാൽ കരാർ അവർക്കൊട്ടും ദഹിക്കാത്തതാണ്. അതിനകത്ത് അഴിമതി എന്ന് പറഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട്. പഴയ റഫാലിൽ വിജയിച്ചില്ല എന്നതുകൊണ്ട് പുതിയ റഫാലിൽ വിജയിക്കാതിരിക്കണം എന്നൊന്നുമില്ല, ഒന്ന് നോക്കാം എന്ന് വിചാരിക്കും. പിന്നെ ഇതിൽ UGCയുടെ റെഗുലേഷൻ വെച്ചിട്ട് ഒരു ജാതി കലാപം, അതാണ് ഈ ഇദ്ദേഹത്തിനെതിരെ, യോഗിക്കെതിരെ അവർ വെച്ചിരിക്കുന്ന ഒരു സാധനം. അതിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല. പക്ഷേ ഡൽഹിയിലും ഉത്തർപ്രദേശിലെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് പ്രശ്നമാണ്. അത് മെല്ലെ ചൂടാക്കിക്കൊണ്ട് വരിക, സമയമായിട്ടില്ല. അതുകൊണ്ട് അത് വളരെ പതുക്കെ അവർ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേരളത്തിലൊക്കെ വരേണ്ടതാണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വെല്ലുവിളികൾ നരേന്ദ്രമോദി അഭിമുഖീകരിക്കാനിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ കാൽക്കുലേഷൻ നരേന്ദ്രമോദി പുറമേ വലിയ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് അത്രയും ധൈര്യമില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കോയലീഷൻ മിനിസ്ട്രിയാണ്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇതിൻ്റെ 2 അടിസ്ഥാന ശിലകളാണ്. അവരിന്നല്ലെങ്കിൽ നാളെ ഇളകും. നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം.
ഏതെങ്കിലും ഒരു ദിവസം അതിലൊരു കല്ലെങ്കിലും ഇളകി പോരും. ഇങ്ങനെയൊക്കെ ഉള്ള പ്രതീക്ഷകൾ.